ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഫൈനലി അത്തറിൻ്റെ മണമുള്ള ഖത്തറിനോട് വിട പറയാൻ ടൈമായി. ആശിക്കുണ്ടാ? പച്ചേ, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണത്? നമ്മളിപ്പോൾ ഇനി എന്താണ് ഖത്തറിനോട് തൽക്കാലം വിട പറയുകയാണ്. വിഷമമുണ്ടാവും? മിസ് ചെയ്യോ ഖത്തർ? ഓ, വളരെ അതെ. അപ്പോൾ നമ്മൾ ഖത്തർ എയർപോർട്ടിനുള്ളിൽ എന്തൊക്കെയോ ഒരുപാട് കാണാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ടൈമുണ്ട് കുറച്ച് നേരം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് ഓടി നടന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ബസ്സുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, ബഗ്ഗിയുണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് പ്രിപ്പയറിങ് ഫോർ വിൻ്റർ. ഇതൊക്കെ വുഡനാണെന്ന് തോന്നുന്നു. ഡാം നിലമ്പൂർ ടീക്ക്. നിലമ്പൂർ ടീക്ക്. വെള്ളം തന്നെയല്ലേ ഇത്? ഇല്യൂഷൻ അല്ലല്ലോ. എന്ത്? ഫോളോയിങ് ദ വാട്ടർ. നമ്മൾ അങ്ങനെ പുതിയൊരു വേൾഡിലേക്ക് എത്തിയിരിക്കണു. എന്നാ ഇറങ്ങാം അല്ലേ? ആൾക്കാരൊക്കെ വളരെ ഹെൽപ്ഫുൾ അല്ലേ? ടീംസ് എത്തിക്കണു. ടീംസ് വരുന്നുണ്ട്. ഒക്കെ കണ്ടു കഴിഞ്ഞോ? ഇല്ല, നമ്മളിപ്പോ എത്തിയിട്ടുള്ളൂ. ഒന്ന് പോയി ഒരു വൻമരം വീണു. ചോക്ലേറ്റ്സും ഇത് ഇന്നലെ അവിടെ നിന്ന് തന്നതാണ്. ബ്രൗണീസും. ആരാ തന്നത്? നമുക്ക് നൗഫൽഖാന്റെ വീട്ടിൽ നമുക്ക് വേറൊന്ന് ടേസ്റ്റ് ചെയ്യാനുണ്ട് എല്ലാവർക്കും. കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ. അതിൽ കൂടിയല്ല. ഞങ്ങൾ ഗാർഡനിലെത്തി ഗായ്സ്. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് മൺമരമല്ല, ഇത് റിയൽ മരങ്ങളുമാണ്. ഇലകളുണ്ട്, പച്ചച്ചെടികളുണ്ട്. ഇവിടെ കാട് തിരിച്ചാൻ വെള്ളമുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഇടാനുള്ള പാത്രങ്ങളുണ്ട്. ഇവിടെ കാപ്പി കാപ്പി, ഇവിടെ കാപ്പി. നാട്ടിലാണ് താമസിക്കുന്നത്. ഉൾനാട്ടിലാണ്. സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദിസ് ഈസ് ദ ഡാൻസേഴ്സ് ഓഫ് ബെഞ്ചമിൻ ബോയ്സ്. ഇത് മെയിൻ ഡാൻസർ കോഴിക്കോട്. ഓക്കെ, എക്സ്പ്രസ് അവിടെ നിന്നാണ്. ഉമ്മാനെ ശ്രദ്ധിക്കട്ടോ, ഉമ്മാനെ ശ്രദ്ധിക്കണേ. ചെടി കയ്യിലൂരുന്ന നോക്കണേ. ഉമ്മാനെ ശ്രദ്ധിക്കണം. ചെടി പിടിച്ച് കയ്യിലൂരുന്നത് ശ്രദ്ധിക്കണം. നമ്മളെ സാധാ പോലത്തെ പോകില്ല, അവിടെ നിന്ന് കേസാവും. നമുക്ക് നല്ല ശാന്തമായ ഇതാണ് ചെമ്പരത്തി. ഫാത്തിമ, ദിസ് ഈസ് ചെമ്പരത്തി. നമ്മളെ നാട്ടിലും കിട്ടും. ഇതും വെച്ചണം. യെല്ലോ ചെമ്പരത്തി, പിങ്ക് ചെമ്പരത്തി. ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല്. കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാനിവിടെ മേക്ക് ചെയ്തതാണ്.
അത് പിടിച്ചോ അല്ലെങ്കിൽ കേൾക്കില്ല. ഇപ്പം എങ്ങനെയുണ്ട് ഇത് ടേസ്റ്റ് പറയണേ വീഡിയോയിൽ. നല്ല സമയത്ത് കഴിക്കണ വിശപ്പ് എനിക്കും തരുമോ കുറച്ച്? Especially in the middle of the garden, the Qatar International Airport. വേറെ ഞങ്ങൾ വരാൻ പോകുന്ന ഡാൻസ് എന്ത് ഫുള്ളോ ഫുള്ള് കാണിക്കില്ല. കഴിക്കുന്നത് നല്ല സമയത്ത് വിശപ്പുണ്ട്. സത്യം ഇവിടുന്ന് അത് കഴിക്കണമെങ്കിൽ തറവാട് കൊടുക്കണം. നല്ല സമയം. കുട്ടികളെ നിങ്ങൾ കഴിക്കും എന്താണ് നോക്കി കളിക്കും. കഴിക്കും. അതിൽ സ്പൂൺ ഉണ്ടോ നോക്കിയാ? അതിന്റെ സൈഡിലുണ്ട് ഇവിടെ വാഷ് ചെയ്യാൻ സൗകര്യം. സുഹൃത്തുക്കളെ കേപ്പിക്ക് ഇപ്പം നമ്മളൊന്നും വേണ്ട. കേപ്പിക്ക് പുതിയ ചങ്കുകളെ കിട്ടി. ഇല്ലെങ്കിൽ എൻ്റെ ഒപ്പം മാറത്ത് എങ്ങനെയാ ഇപ്പം എന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. നിങ്ങളിത് ശ്രദ്ധിക്കണം. ആ പറയാം ആഷിക്ക പറയും. ആഷിക്ക പറയും. മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി എയർപോർട്ടിൽ എത്തിയാല് കേപ്പിനെ കിട്ടൂല അതേപോലെ സംഭവിച്ചു. ഞാൻ നോക്കുമ്പോ കേപ്പ് എവിടെ? ഇന്നലെ ഒരു ദിവസം മൊത്തം ആശിക്കാനെ കിട്ടിയിട്ടല്ല. എവിടെ എന്തോ ഒരു തെളിവ് വന്നിട്ടില്ല. സത്യം എങ്ങടാ? ആധാരം പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ സ്പൂൺ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. ഭാഗ്യത്തിന് ചോദിച്ചില്ല ആധാരം. അല്ലല്ല ചുമ്മാ ഞാൻ വിചാരിച്ച കൊടുക്കേണ്ടിയിരുന്നു ചിലപ്പോൾ. നിൽക്കണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാവോ? ഇതെങ്ങനെയാണ് ഇത് പോയിക്കണത്? ഐഡിയ ഇല്ല. ഇതിപ്പോ ഇതിന്റെ എന്നുവെച്ചാ ഇതിപ്പില്ലേ തനി നാട്ടിൻപുറം പിള്ളേര് എന്താ കാണാൻ പോയ പോലെ ഉണ്ടോ? പക്ഷെ അമ്മക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. യൂഷ്വലി എയർപോർട്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ കേവായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത് ആദ്യമായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു ഇതിന്റെ സെന്റർ പോയിന്റ് ഇവിടെയാ തോന്നുന്നുണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, അവിടെ ഉണ്ട് പ്ലേ ഏരിയ, ടോയ്ലറ്റ്സ് ഉണ്ട്. എടാ ക്വയറ്റ് റൂം. You see that? Quiet room. Quiet room. No. I am not a quiet person, so I don't want to go to quiet room. Yeah, ഇതാണ് quiet room. അയ്യോ എൻ്റെ അതൊക്കെ എടുക്കണ്ട കേട്ടോ, എൻ്റെ ഉള്ളിൽ ആളുണ്ട്. ഓര് വരുന്നില്ല, ഉപ്പച്ചി ഉമ്മച്ചി വരുന്നില്ല. കോൾ ദം ആൻഡ് കം. നോ. നല്ല രസമുണ്ട്. ട്രാക്ക് ക്വയറ്റ് റൂംസ് എല്ലാം ഒക്യുപ്പൈഡ് ആട്ടോ. ഇവിടെ എന്ത് രസമല്ലേ എയർപോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ റൂംസൊക്കെ. വാ നമ്മളിപ്പോൾ കാണുന്നത് സ്ക്രീനാട്ടോ. ഇവിടെ സൗണ്ട് എഫക്റ്റ് ഉണ്ട്, അതായത് പക്ഷികളുടെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം വീഴുന്ന സൗണ്ട് വെക്കില്ലേ? പക്ഷെ വെള്ളം അവിടെ വീഴുന്നില്ല, സൗണ്ട് വെക്കുന്നുണ്ട്. അൺബിലീവബിൾ. ആഷിക്ക ഉപ്പച്ചി ഉമ്മച്ചി വരുന്നില്ല? പോരാ. ആഷിക്ക ക്വയറ്റ് റൂം ഉണ്ട്, കയറുന്നുണ്ടോ? അത് ഫുള്ളാ. എന്തല്ലേ എയർപോർട്ട് വന്ന് ഇതാണെങ്കിൽ റെസ്റ്റ് എടുക്കാം ഇവിടെ വന്നിട്ട്. വെള്ളച്ചാട്ടം, പക്ഷികൾ, പറവകൾ, നേച്ചറിസ്റ്റിക്, എസ്തെറ്റിക്, പൂക്കിസ്റ്റിക്. അതെ അതെ. ആഷിക്ക ഏതാ? നേച്ചറിസ്റ്റിക് ആണോ, എസ്തെറ്റിക് ആണോ, പൂക്കിസ്റ്റിക് ആണോ? നേച്ചറിസ്റ്റിക്കാ? ആഷിക്ക കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നേച്ചറിസ്റ്റിക്. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഇത് നേച്ചറിസ്റ്റിക്, ഇത് എസ്തെറ്റിക്, ഇത് പൂക്കിസ്റ്റിക്. എന്ത് ചെയ്യാനാ? ഇതെന്താണ്? ഇത് നേച്ചറിസ്റ്റിക്, ഇത് നേച്ചറിസ്റ്റിക്, ഇത് എസ്തെറ്റിക്, ഇത് പൂക്കിസ്റ്റിക്. എന്ത് ചെയ്യാനാ? കുട്ടികളുടെ ഒക്കെ ഒരു കാര്യങ്ങളെ. അത് ഒറ്റ വൈബിസ്റ്റിക്. ബെഞ്ചിയാണോ ഒറ്റ മൈൻഡ് സ്റ്റിക്? ബെഞ്ച് ഇനി കിട്ടൂല. ബെഞ്ച് ചെവിയിൽ കുന്തം വെച്ച് പോവും. ബെഞ്ച് പറഞ്ഞേ
ബേബോ ഐ ആം ഹിയർ മ്യൂസിക് ബേബു ബ്രോ ഐ ആം ഹിയറിങ് മ്യൂസിക് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്താ നല്ല നാച്ചുറൽ മ്യൂസിക് ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ അസുരൻ്റെ മാസ് BGM അസുരൻ അസുരൻ എന്നൊക്കെ പറഞ്ഞിട്ട് BGM ഒക്കെ. നമ്മളെന്ത് വിചാരിക്കും ഇപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാൽ ഐ എം ഹിയറിങ് ബ്രോ നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞു. നോക്കിയപ്പോഴും മാസ് BGM ഒക്കെ. അങ്ങനെയാണോ? അതാ പോയി ഞാൻ പോയി. അത് 4 ഞാൻ ചെയ്തു, പക്ഷെ 4 പോയി. ഇതെന്താ 12th മീലോ? എന്താ ഇപ്പൊ ഇവിടെ? ആരൊക്കെ ഇവരൊക്കെ? ആരൊക്കെ? ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ട്. കേക്ക് ഇവിടെ കേപ്പ് കഴുകി കേപ്പ് ചായ കുടിക്കട്ടോ കിട്ടുന്നേ. എത്ര ഞാൻ 2 വേറൊന്നും. ആഷിക വെള്ളം ഉണ്ടാക്കല്ലേ, കച്ചറുണ്ടാക്കിയാല് ഇറക്കിയിടും കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് നല്ലൊരു ഇതായിരുന്നു. ടച്ചിങ്സ് ഒന്നും വേണ്ട കേട്ടോ. തൊട്ടാക്സ് ഉള്ള കളികളൊന്നും വേണ്ട. തൊട്ടാക്സ് വേണ്ട. എല്ലാത്തിലും പോയി ടച്ച് ചെയ്യാൻ അല്ലേ? ആനാൻ വേണമായിരുന്നു കറക്റ്റ്ലി പൊളിക്കൂ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെ കിടപ്പുകൾ ഇങ്ങനെ കാത്തിൻ്റെ കാര്യം മാത്രം നോക്കുക, മെയിൻ കാര്യങ്ങൾ മാത്രം നോക്കുക. ഈ എന്ത് ചെയ്യണം? പൂച്ചേൻ്റെ പുറകത്തിലുള്ള അപ്പോൾ പെട്ടെന്നുള്ള അറ്റാക്കുകൾ ശ്രദ്ധിക്കണം. ഓക്കെ, നീ ഓടി രക്ഷപ്പെടണം. പുലി വരുമ്പോൾ ഓടി രക്ഷപ്പെടണം. അവനെ ശ്രദ്ധിക്കണം, കരടിയാണ്, പൊട്ടിച്ചു വിടും. പിന്നെ കാണ്ടാമൃഗം അത് ഇപ്പോൾ പൊട്ടാമസല്ലേ എന്താ സാധനം? നിങ്ങളല്ലേ എടുത്ത വലിയ ആൾക്കാർ, നിങ്ങൾക്ക് പിന്നെ അറിയാം. ഇവനാണ് കാട്ടിലെ മെയിൻ, നമ്മളാളാ. അതായത് ഫുൾ ടൈം തീറ്റ ഉറക്കം. റിയാലി കിട്ടിയിട്ടുണ്ട് ഗായ്സ് പെർഫോമൻസിന്. ഇതാണ് നമ്മുടെ കാട്ടിലെ പൂജ. എന്തായാലും നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, യുദ്ധം വന്നാലും ഒന്നിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ആരോ ആണെങ്കിൽ പിടിച്ച് നിന്നോളി. കാട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അത്ര ഇവിടെ പറയാനുള്ളൂ. ഇപ്പോൾ ഓക്കെ, പറയാറില്ല ബാക്കി പറഞ്ഞു. നെക്സ്റ്റ് അമ്മയെ കിട്ടുന്നില്ലല്ലോ. കിട്ടണം. ഇനി ഏതാണ്ട് ഇത് വേണോ? ഇതെടുത്തോട്ടോ, ഫ്രണ്ട് എടുത്തോ. ഇനി ഇതിന് സൗണ്ടില്ല, ഇത് പാവാണ്. ഇത് സൗണ്ടില്ല. അതാ നമ്മൾ കിങ് ആക്ഷൻ കളിക്കുന്നത്. ഷെയറൊക്കെ പോയിട്ടുണ്ട്. ഇത് എനിക്ക് അയച്ചിട്ടില്ല നിങ്ങള്? ഇന്നലെ വ്ലോഗ് എടുത്തില്ലേ, അതിൽ ഞങ്ങൾ പാടിയ പാട്ട് കോപ്പറേറ്റ് വന്നു. മണിവളത്തിൽ അങ്ങനെ കയ്യാലെ പാടുന്നില്ല, എന്തേന്ന് വന്നില്ല. സുഹൃത്തുക്കളെ, ഞങ്ങളും ഉമ്മച്ചിയും ചേർന്നൊരു ഡാൻസ് കളിച്ചു, അതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഡിനോസർ വരുന്ന കണ്ടോട്ടോ, അതാണ് ഡിനോസർ. ഗാർഡൻ ടൂറിന് വന്ന ആളാട്ടോ. അതെ, പാമ്പ് ഇര വിഴിഞ്ഞ പോലെ കിടക്കുന്നതാ. ഹലോ,
KP the photographer. ആ പെട്ടെന്ന് പല സമയം പല ലൈറ്റ് ഫുള്ള് വാഴക്കൊല കിട്ടണം. ഫുള്ള് വാഴക്കൊല കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ എൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസ്. ഉണ്ടേ ആ രസമുണ്ട്. അയ്യോ കണ്ടില്ല. കൂട്ടിലെ ആളുണ്ട്. ആളെ നോക്കണ്ട, ഈ വാതിലൊക്കെ കിട്ടിയത്. എടാ വാതില് കിട്ടിയാ മതി. വാതില് കൂട് കിട്ടിയാ മതി. ഉള്ളിലേക്ക് എടുക്കണ്ട. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളി പെണ്ണി വെളിച്ചം തൂകി നിൽക്കും ആരാരും. ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കിക്കാലോ. ഇപ്പച്ചേ വാ പോവാ, ടൈമായി. കൈ കൊടുത്തു. ഞാനും വരി, ഇനി അവിടെ ഒന്ന് കളിക്കാൻ നിൽക്കല്ലേ മനുഷ്യൻ. അവിടെ നിന്ന് എടുത്താൽ മതി. ഓക്കെ സൂം ചെയ്യണ്ടല്ലോ. എന്താ അറിയാം, നമുക്ക് മെട്രോ കിട്ടണം. ആയി ടൈമായി. 12:30 12 മണിക്ക് ഗേറ്റ് തുറക്കും. ബ്യൂട്ടിഫുൾ എയർപോർട്ട്. ആ ലിഫ്റ്റിൽ പോവാം. We are rich. Rich people. എല്ലാം കൂടി കഴിയാത്ത പ്രശ്നം. എനിക്ക് പേടിയൊന്നുമില്ല. ചെറിയൊരു അവിടെ ഉമ്മച്ചീനെ നടന്ന് മേടിച്ച് പിടിക്കടോ. വെയിറ്റ് ഇല്ല അതിന്. പെണ്ണേ ഞാൻ വിടില്ല, പെണ്ണേ നിന്നെ കൊന്നാല് പെണ്ണേ നിന്നെ പിടിവിടില്ല. അത് കറക്റ്റ്. ഫ്ലൈറ്റ് ഇപ്പോൾ പറക്കും. It's too late. Fatima is taking vlog and lag with all of us. Yeah, very tension. No paisa to leave here. क्या बोल रही है तू? Yeah, क्या बोल रही तू? KP വിഷമമുണ്ടോ? അങ്ങനെ നമ്മൾ ഒരു രാജ്യവും കൂടെ കണ്ടു മടങ്ങുന്നു. സന്തോഷിക്കുക ഫാത്തിമ. ആഹ്ലാദിപ്പിൻ. Delete that all videos. Focused KP on board. സുഹൃത്തുക്കളെ, KPക്ക് 10-30 വയസ്സായതിനാൽ പെണ്ണാലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിവരത്തിൽ, നിങ്ങളുടെ അറിവിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം അറിയിക്കുക. KPക്ക് പ്രായം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു, വേഗം കെട്ടിച്ചു വിടണം. അതിനാൽ പ്ലീസ് എല്ലാവരും നോട്ട് ചെയ്യുക. ഇപ്പോൾ കയറണം. വിളിച്ചോ? ബാ
അതല്ലേ ഫ്ലൈറ്റ് കിട്ടാതെ ഓടുന്ന വെച്ചാണ് നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കാൻ സമയമായി എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇനി പറക്കാനേ ഞങ്ങൾ ഗാർഡനിൽ ഉറങ്ങിപ്പോയി. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വലി. എന്നാലും വീഡിയോയ്ക്ക് കുറവൊന്നുമില്ല. ഇപ്പം പറക്കൂട്ടോ, പോന്നോളി. എല്ലാവരും ഉറങ്ങി നമ്മളെ കാത്തിരുന്ന്. ഫ്ലൈറ്റിലുള്ള എല്ലാവരും അറിഞ്ഞു. പിന്നെ ഉമ്മച്ചി പിന്നെ അത്ര ഫേമസ് ആയതുകൊണ്ട് ആർക്കും മനസ്സിലുണ്ടാവില്ല. അല്ല, ഉമ്മച്ചി പിന്നെ ആർക്കും ഒട്ടും അറിയാത്തോണ്ടേ കയറി വന്നപ്പോ മനസ്സിലുണ്ടാവില്ല ആര് കാരണം ലേറ്റ് ആയി. അതെ, മനസ്സിലായി. ഇല്ല, റീൽസ് ആഷിഖ് കുന്നമ്പുറം, നിങ്ങൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? നിങ്ങൾ ഉറങ്ങുമായിരുന്നു. ഒന്ന് കാട് കാണാൻ പോയതാ. ഇനിയും കൊറേ ബാക്കിയുണ്ട് എടുക്കാൻ. ഇനിയും കൊറേ റീൽസ് ബാക്കിയുണ്ടായിരുന്നു. ഇനി ഇവര് നിക്കുവായിരുന്നു. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി അമ്മച്ചി, ഇത് പോയിട്ട് ഷാനുനെ വിളിച്ചു പറയുന്നത് ആലോചിച്ച് നോക്കി. ഒന്നുമില്ല, അവിടെ ഒരു മാസം ഉണ്ട് എവിടെയെങ്കിലും പിടിച്ചു തൊളിമാറി പാത്രമൊക്കെ കൈ ജീവിച്ചു. കയറി ഇനി ബാക്കി പെട്ടെന്ന് അതിൻ്റെ നാടുമടുത്തിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു. എല്ലാ സെൽഫീസും എല്ലാ വീഡിയോസും അപ്പോൾ വേണം. കാരണം വാട്സാപ്പ് ഭരിക്കുന്നത് ഇപ്പച്ചിയാണ്. ഇപ്പോൾ ഇപ്പച്ചിൻ്റെ സ്റ്റേറ്റസ് ഇല്ലാണ്ട് വാട്സാപ്പ് ട്രെയിൻ. പക്ഷെ അത് കാണാൻ ഭാഗ്യമുള്ള കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് നല്ല പാട്ടാണ്. നുസ്രത്ത് ബീവി കാഴ്ചകൾ ആസ്വദിക്കുന്ന വിഷയമാണ് നമ്മളിപ്പോൾ. മഞ്ചേരി, നിലമ്പൂര്, ഇടവണ്ണ മഞ്ചേരി ബസ് കേറിട്ടോ കൊടുത്ത് എല്ലാവരും കൊടുത്ത് കയറിട്ടോ. ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, തരങ്ങൾ ഇറങ്ങിക്കോളി. പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ, വായു കുളിക്കല്ല, കറുമുറു കഴിക്കാം. അതെ, കറുമുറു വെക്കേഷൻ. സ്കൂൾ പൂട്ടിൽ പോകുമ്പോഴാ പറഞ്ഞേ വെക്കേഷൻ കറുമുറു, വെക്കേഷൻ കറുമുറു. ഞാൻ കയറി പെട്ടിക്കണേ സ്കൂൾ പൂട്ടിലേ. ഫീച്ചു അതിനൊക്കെ കുട്ടികളല്ലേ. എന്നിട്ട് ഇയാള് നോക്കാം വെക്കേഷൻ കറുമുറു, കുട്ടികൾ ഇങ്ങനെ സാധനമാണെങ്കിൽ പുളിയുള്ളതൊക്കെ ഇഷ്ടാ. മറ്റേറ്റങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പൊടിച്ചിട്ട് ഇച്ചിങ്ങനെ കണ്ണു കൊക്കുന്നാണെന്ന് കാണുന്നത്. എടാ, നമ്മളെ നാട് റോഡ് അതാ നക്ഷത്രം നിറഞ്ഞുണ്ട്. ചീമക്കൊന്ന് ആട്ടും അവരണ്ടി. കാഴ്ചകളൊക്കെ ഉഷാറ, കണ്ടതെല്ലാം അതിമനോഹരം. വലിയ വെളിച്ചല്ലേ, അതാണ് കൂറ്റമ്പാറ ഹൗസ്. അതോ, അത് എനിക്ക് തോന്നിയ ഏതോ അങ്ങാടിയാണ്. ടോബിനും ബ്രൂസിനും ഒന്നും കാണാനില്ലല്ലോ. ടോബിനും ബ്രൂസിനും കാണാനില്ല. ഇതും കൂടിയാണ് ആകാശത്തിന്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ സ്പൾബർ ഫാത്തിമ നാടനെത്തിയം നാടെത്തി. ഞോണടി ചെവി ഇത്രയും ദിവസം ചെവി അന്തം വിട്ടിക്കണേ. ഏത് നാട്ടുരാജ്യ പോയിക്കണേ. ഇത് മറ്റേ ലുലുമാളുടെ സൈഡാണ്. നമ്മളെ റോഡിന്റെ ചുരുക്കൊക്കെ വളഞ്ഞ്
വളഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞു ചെല്ലാൻ പറ്റാത്ത റോഡുകൾ കൂടൊന്നു കൂട്ടാനായി അഫിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു. കെപിക്ക് വിഷമമുണ്ടോ? ഞങ്ങള് വിട്ടുപിരിയുന്നതിൽ വിഷമമുണ്ടോ? സത്യം പറയണം. വിട പറയുകയാണോ? ഇറങ്ങാം. അപ്പൊ ഞങ്ങളെ ഖത്തർ യാത്ര കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ പോസ്റ്റ് ഇട്ടീനി, സ്റ്റോറി ഇട്ടീനി, ഞാൻ വരുന്നുണ്ടെന്നുള്ളത്. ശരി, അത് ബാഗ് ഇട്ടപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലായി. വരുന്നുണ്ടാ? ശരി, എല്ലാരും വരുന്നില്ലേ? അങ്ങനെ വണ്ടി എടാ ഇറങ്ങിക്കോടാ. ഹലോ ഗായ്സ്, അപ്പോൾ ഫാത്തിമയുടെ വ്ളോഗിൽ ഞാനാണ് വ്ളോഗ് എൻ്റെ ഏൽപ്പിക്കുന്നത്. എന്താണ് ഫാത്തിമ പറയാനുള്ളത്? നിങ്ങൾ തിക്കി തിരക്കിതാ നാട്ടിലെത്തി, വീണ്ടും നാട്ടിലോട്ട്. അതെ, ഇനി ആര് പാത്രം തുറന്നു തരും? ഞാൻ തന്നെ തുറക്കും, ഞാൻ തന്നെ അടിയിൽ വെക്കും, ഞാൻ അങ്ങനെ തുറക്കും. ഇപ്പൊ താട്ട മുന്നിലുണ്ട്. അത്തറിൻ മണമുള്ള ഖത്തറിൽ നിന്നും നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നായിടങ്ങഴി മണ്ണുണ്ട്, ഒരു നായിടങ്ങഴി മണ്ണുണ്ട്. ആ നായിടങ്ങഴി മണ്ണിൽ നിന്നും ഞങ്ങളെ കൊണ്ടുവരാൻ എത്തിയത് ബാക്കിൽ ബെഞ്ച്, മുന്നിൽ നടുവിൽ ഞങ്ങൾ, മുന്നിൽ ഉപ്പ. അപ്പോ നമ്മൾ ഈ വ്ളോഗ് ഫാത്തിമ കുഴങ്ങേണ്ടോ ഞാൻ എടുക്കണത്. അപ്പോ ഈ വ്ളോഗ് ചെറിയൊരു വ്ളോഗ്, നമ്മള് ചെറിയ വ്ളോഗ് തന്നെയാണ്. ഇവിടെ നമ്മൾ എൻഡ് ചെയ്യാണ്. വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. See you. Thank you so much for watching.